മകളെ നമസ്കാരം. യൂണിയൻ ബജറ്റ് 2026-27 പരീക്ഷകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കിണ്ണം കാച്ചി ടോപ്പിക്കാണ് യൂണിയൻ ബജറ്റ്. യൂണിയൻ ബജറ്റിൽ നിന്ന് മിനിമം ഒരു മാർക്കിനെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ചോദ്യം വന്നിരിക്കും. ആ മാർക്ക് നമ്മൾ ഇന്ന് അങ്ങോട്ട് സെറ്റാക്കാൻ പോവാണ്. മക്കളെ, യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും, പദ്ധതികൾ ഒഴികെയുള്ള സകല കാര്യങ്ങളും എക്കണോമിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇന്ന് അരച്ച് കലകി കുടിക്കും. കറണ്ട് അഫയറിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. നമുക്ക് അതങ്ങ് സെറ്റാക്കി മാറ്റിയേക്കാം. യൂണിയൻ ബജറ്റ് 2026-27. ഇപ്പൊ ഇതിനെ പഠിക്കുമ്പോൾ കുറച്ചൊന്ന് എന്താണ് ശ്രദ്ധയോടെ ഇരിക്കുക. സിമ്പിൾ ആക്കി നമ്മൾ കാര്യങ്ങൾ പഠിക്കാം. സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ ചോദ്യം വരും, അതെങ്ങനെ മനസ്സിലാക്കി വെക്കണം, നമ്പേഴ്സ് പഠിക്കണോ, ഇതൊക്കെ സംശയമായിരിക്കും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്തേക്കാം, ഇന്ന് അങ്ങ് ക്ലിയർ ചെയ്ത് മാറ്റിയേക്കാം. മക്കളെ, ഇതാണ് നമ്മുടെ PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ വന്നിട്ടുള്ള ആ ഒരു ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്, നമ്മുടെ ബജറ്റിന്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് PIB ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇതിൽ യൂണിയൻ ബജറ്റ് 2026-27 ആണെന്ന് കാണാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് ആദ്യത്തെ ചോദ്യം പഠിക്കാം. എന്തുകൊണ്ടാണ് 2026 അവതരിപ്പിച്ച ബജറ്റ് 26-27 എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്നാ പിന്നെ 25-26 എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെ 26 എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാണ് 26-27 ബജറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ച് കേട്ടോണം മക്കളെ. അതായത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് മക്കളെ ഏപ്രിൽ മാസം 1 തുടങ്ങി മാർച്ച് മാസം 31 വരെയാണ് എന്നറിയാത്ത ആരും എന്റെ ഈ ക്ലാസ് കേൾക്കുന്നില്ലല്ലോ. ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുക. RBIയുടെയും ഇന്ത്യയുടെയും സാമ്പത്തിക മേഖലകളിലെല്ലാം കൈകാര്യം ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ്. 2026 ഏപ്രിൽ മാസം 1 തുടങ്ങി 2027 മാർച്ച് മാസം 31 അവസാനിക്കും വിധത്തിലാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ബജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക, അല്ലെ മുൻകൂട്ടി തീരുമാനിക്കുക എന്നുള്ളതാണ്. നേരത്തെ മുൻകൂട്ടി എന്ത് ചെയ്യാം, ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാം. ഫെബ്രുവരി മാസം 1 ഈ ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പൊ ഫെബ്രുവരി മാസം 1 2026 എന്ന് പറയുന്നത് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ പെടുന്നതാണ്. അപ്പൊ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് 2026 ഏപ്രിൽ മാസം 1 തുടങ്ങി 2027 മാർച്ച് മാസം 31 വരെ ഇന്ന രീതിയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്ന് സിമ്പിൾ ആക്കി മനസ്സിലാക്കിയല്ലോ. എന്തുകൊണ്ടാണ് 2026-27 വരുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബജറ്റാണ് ഇപ്പോ നിർമ്മലാ സീതാരാമൻജി എന്ത് ചെയ്തിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി, ഫിനാൻഷ്യൽ ഇയറിന്റെ കാര്യം സെറ്റായി. ഇനി നോക്കിയ മക്കളെ, ഈ ഇരിക്കുന്നത് കണ്ടോ, ഈ ഇരിക്കുന്ന ഒരു സംഗതി കണ്ടോ, ഈ ഇരിക്കുന്നതാണ് ബാഗി ഹാത്തി എന്ന് പറയുന്നത്. ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കാനായിട്ട് ബജറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സ്യൂട്ട് കേസിനെ വിളിക്കുന്ന പേരാണ് ബാഗി ഹാത്തി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഒരു ചുമന്ന ലേബൽ, ഇന്ത്യയുടെ അശോക സ്തംഭത്തിന്റെ ആ ഒരു ചിഹ്നമൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്യൂട്ട് കേസ് കൂടിയുണ്ട്. അതിന്റെ പേരും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എംപവറിംഗ് ഗ്രോത്ത് ആൻഡ് എനേബിളിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈന് കൊടുത്തിട്ടുണ്ട്. എംപവറിംഗ് ഗ്രോത്ത്, എനേബിളിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട്. ഇത് വികസിത് ഭാരത് ബജറ്റ് എന്നാണ് വിളിപ്പേര്. ഓക്കെ, ബജറ്റിന്റെ വിളിപ്പേര് എന്താ? വികസിത് ഭാരത് ബജറ്റ് എന്നാണ്. 2047 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷങ്ങളോടുകൂടി ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറണമെന്ന സങ്കല്പം, എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബജറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം സെറ്റ് ആയിട്ടുണ്ട്, പക്കയായിട്ടുണ്ട്. അടുത്ത നോക്കിയ മക്കളെ, കുറച്ച് ഫാക്ടുകൾ ബജറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടുകൾ പറയുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച അതാരാന്നറിയാമോ? അത് മൊറാർജി ദേശായി ആണ്. ഇവിടുന്ന് സ്റ്റേറ്റ്മെന്റിൽ ചോദ്യം വരും, തെറ്റിക്കാൻ വേണ്ടി തന്നെ ചോദ്യം വരും. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മൊറാർജി ദേശായി എന്നാണ്. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം മൊറാർജി ദേശായി എന്നാണ്. 10 ബജറ്റുകളാണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ തുടർച്ചയായി, ആ ടേം ഒന്ന് പഠിച്ചു വെച്ചോണേ മക്കളെ, തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മുടെ നിർമ്മലാ സീതാരാമനാണ്, നിലവിലത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അപ്പൊ രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഏറ്റവും കൂടുതൽ ബജറ്റുകൾ മൊറാർജി ദേശായി, ഏറ്റവും കൂടുതൽ തുടർച്ചയായ ബജറ്റുകൾ അതാരാണ്? നിർമ്മലാ സീതാരാമൻ. എത്ര തവണയാ? 9 തവണയാണ് ഏറ്റവും കൂടുതൽ തുടർച്ചയായ ബജറ്റുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം പിടിച്ചോ.
ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? അതും നിർമ്മലാ സീതാരാമനാണ്. ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ്. 2 മണിക്കൂറും 40 മിനിറ്റുമായിരുന്നു. അത് കോവിഡ് സമയത്തെ ബജറ്റാണ്. 2020-21 കാലഘട്ടത്തിലെ ബജറ്റാണ് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ്. അതും നിർമ്മലാ സീതാരാമനാണ്. ഇനി 2026 ബജറ്റ് അവതരിപ്പിച്ച ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചോടാം. 2026 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. ഈ ഫെബ്രുവരി 1 എന്ന് പറയുന്ന ഡേറ്റിൽ ബജറ്റ് അവതരിപ്പിച്ച് തുടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? 2017 മുതലാണ് ഫെബ്രുവരി മാസം 1-ന് ബജറ്റ് അവതരിപ്പിച്ച് തുടങ്ങിയത്. ആദ്യമായിട്ട് ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററാണ്. അരുൺ ജെയ്റ്റ്ലിയിൽ തുടങ്ങി ഇങ്ങോട്ട് പിന്നെ എല്ലാം 2017 തുടങ്ങി ഇങ്ങോട്ടെല്ലാം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? 2026 ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ചതുപോലെ ഫെബ്രുവരി 1-നാണ്. ബാക്കി എല്ലാ സമയത്തും ഏതാണ്ട് ഫെബ്രുവരി മാസത്തിൽ അവസാന ആഴ്ചയിലുകളിലേക്കൊക്കെയാണ് ബജറ്റ് അവതരിപ്പിക്കാറുണ്ടായിരുന്നത്. 2017 മുതൽ അരുൺ ജെയ്റ്റ്ലി മുതൽ ഇങ്ങോട്ട് എങ്ങനെ അവതരിപ്പിച്ചു? ഫെബ്രുവരി മാസം 1-ന് അവതരിപ്പിച്ചു എന്ന് കൂടി ഓർത്തു വച്ചേക്കാം. അപ്പൊ ഒന്നും കൂടി ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ മൊറാർജി ദേശായി 10 ഏറ്റവും കൂടുതൽ തുടർച്ചയായ ബജറ്റുകൾ നിർമ്മലാ സീതാരാമൻ എത്രയാണ്? 9 ബജറ്റുകൾ. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് നിർമ്മലാ സീതാരാമൻ 2 മണിക്കൂർ 40 മിനിറ്റ് 2020-21 കോവിഡ് സമയത്തെ ബജറ്റ് ആയിരുന്നു. ബജറ്റ് അവതരിപ്പിച്ച തീയതി പഠിച്ചു വെച്ചേക്കുക. 2026 ഫെബ്രുവരി 1. 2017 മുതൽ അരുൺ ജെയ്റ്റ്ലി മുതൽ ഇങ്ങോട്ട് ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആദ്യമായി ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് അരുൺ ജെയ്റ്റ്ലി. പക്കയാണ്, ക്ലിയർ ആണ്. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. മക്കളെ, ഈ ഒരു ഫെബ്രുവരി മാസം 1-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതൊരു സൺഡേ ആണ് ബജറ്റ് അവതരിപ്പിച്ചത് കേട്ടോ. ഒരു സൺഡേ ദിവസമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഒരു ബജറ്റ് സൺഡേ ഞായറാഴ്ച ദിവസം അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഈ സൺഡേ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ ഒരു പ്രത്യേകത കൂടി ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. നോക്കിയാൽ സൺഡേ എന്നല്ല, ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ചത് കൂടി ഗുരു രവിദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബർത്ത് ആനിവേഴ്സറി എന്ന നിലയിൽ എന്താണ് ഫെബ്രുവരി 1 പ്രസിദ്ധമാണ്. ഫെബ്രുവരി 1 ഗുരു രവിദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ എന്താണ് ഒരു ബർത്ത് ആനിവേഴ്സറി ആണ്. ഓൺ സേക്രഡ് ഒക്കേഷൻ ഓഫ് പൂർണിമ അല്ലെ, മഹാപൂർണിമ, അതേപോലെ തന്നെ ബർത്ത് ആനിവേഴ്സറി ഓഫ് ഗുരു രവിദാസ്. ഈ 2 കാരണങ്ങൾ ഫെബ്രുവരി 1-ന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ബജറ്റ് സ്പീച്ചിൽ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഈ ദിവസത്തിലാണ് ഐ പ്രസന്റ് ദ ബഡ്ജറ്റ് ഫോർ ദ ഇയർ 2026-27. അപ്പൊ ഈ പറയുന്ന ഒരു കൊട്ടേഷനോട് കൂടിയിട്ടാണ് ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത്. ബജറ്റ് സ്പീച്ചിന്റെ ആദ്യ വാക്കുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ ബജറ്റിൽ പ്രധാനമായിട്ടും 3 കർത്തവ്യാസിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 കർത്തവ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കർത്തവ്യ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കുറച്ചുകൂടി വേഗത്തിലാക്കുക, കുറച്ചുകൂടി വളരെ വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച നേടിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക, ഇക്കണോമിക് ഗ്രോത്ത് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കർത്തവ്യ. 2 മാനവ വിഭവശേഷി വികസിപ്പിക്കുക. ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ മനുഷ്യ മൂലധനം, മാനവ വിഭവശേഷി അതെന്ത് ചെയ്യുക? കുറച്ചുകൂടി വികസിപ്പിക്കുക, കുറച്ചുകൂടി വിസ്തൃതമാക്കുക. മൂന്നാമത്തത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പുവരുത്തുക. നമുക്കറിയാം ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണല്ലേ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ മേഖലകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഡെവലപ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കുക. ഈ 3 കാര്യങ്ങൾ, 3 കർത്തവ്യാസിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് അങ്ങോട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. ഓർത്തു വെച്ചേക്കുക. ഇത് കൂടാതെ 2047 എന്താ 2047ന്റെ പ്രത്യേകത? 1947 ഈ പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അത് തുടങ്ങി 100 വർഷമാണ് 2047 പൂർത്തിയാകുക. ഈ 2047 ഇന്ത്യയെ ഒരു വികസിത സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടി എന്താണ് ഈ കർത്തവ്യാസിന്റെ ഒക്കെ ഭാഗമായിട്ട് ചേർന്ന് നിൽപ്പുണ്ട്. ഈ കർത്തവ്യാസിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ 3 കർത്തവ്യാസ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 3 കർത്തവ്യ ഏതാണ് ഉൾപ്പെടുന്നത്, ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് ഉള്ളത് എന്ന നിലയിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്ന് പഠിച്ചു വെച്ചോടെ. അടുത്ത ചോദ്യം പിടിച്ചോടാ, അടുത്ത ഭാഗം ഒന്ന് പിടിച്ചോ മക്കളെ. വികസിത ഭാരത യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 എന്ന് പറയുന്ന ഒരു യങ് ലീഡേഴ്സ് ഡയലോഗ് നടന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുമായി പങ്കുവെച്ച ചില ആശയങ്ങൾ, ഒരുപാട് ആശയങ്ങൾ പങ്കുവെച്ചു. അതിലെ ചില നിർദ്ദേശങ്ങൾ ഈ പറയുന്ന ബഡ്ജറ്റിൽ രേഖ നിർമ്മിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രചോദനമായിട്ടുണ്ട്. അത് വികസിത ഭാരത യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 അപ്പൊ അതിലെ പല നൂതന ആശയങ്ങളും ഈ ബജറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഓർത്തു വെച്ചേക്കാം. അതിന്റെ ഭാഗമായി ഈ ബജറ്റിനെ
സവിശേഷമായ ഒരു യുവശക്തി അധിഷ്ഠിത ബജറ്റാക്കി മാറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ആ മീറ്റിലെ അല്ലെങ്കിൽ ആ ഒരു 2026 ഡയലോഗിലെ പല ആശയങ്ങളും ഈ ബജറ്റിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അവിടെ യുവശക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബജറ്റ് ആക്കി അതിനെ മാറ്റാൻ അത് കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പിന്നാക്ക വിഭാഗക്കാർ, ഇത്തരത്തിലുള്ള ആളുകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന സങ്കല്പവും ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് നിലനിൽപ്പുണ്ട്. അതായത് പാവപ്പെട്ട ആളുകളായിക്കോട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിക്കോട്ടെ, അതേപോലെ പിന്നാക്ക വിഭാഗക്കാരായിക്കോട്ടെ, ഇവരെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബജറ്റിന്റെ സർക്കാരിന്റെ സങ്കല്പം ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്നുകൂടി ബജറ്റിന്റെ സ്പീച്ചിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് ഉണ്ടല്ലോ 2025, അത് നിലവിൽ വരുന്നത് 2026 ഏപ്രിൽ മാസം 1 മുതലാണ് എന്നും കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി വന്നേക്കാം. അപ്പൊ ആ സമയത്ത് ഉപയോഗിക്കാനായിട്ടുള്ള അസ്ത്രങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്തേക്കാം, കുറിച്ചിട്ട് അങ്ങ് പോയേക്കാം. ഓക്കെ, ഇനി നമ്മുടെ 2026-27 ബജറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ എന്തിലേക്കാണ് ഈ ബജറ്റ് വിരൽ ചൂണ്ടുന്നത് എന്ന് നോക്കിയാൽ നോക്കിയ മക്കളെ, അതിനാദ്യം പറയുന്നത് കണ്ടോ, വികസിത് ഭാരത് എന്ന് പറയുന്ന ആശയമാണ്. നമുക്കറിയാം 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം നേരത്തെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. ഈ ബജറ്റിലും അത് ഊന്നി പറയുന്നുണ്ട്. വികസിത് ഭാരത് ബാലൻസിങ് അംബീഷൻ വിത്ത് ഇൻക്ലൂഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റണമെങ്കിൽ അതെങ്ങനെയാണ് കഴിയുക, അതിന്റെ എയിം എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുക? അതിനുവേണ്ടി നമുക്കറിയാം, നമുക്ക് പ്രധാനമായിട്ടും ഒരു 3 കർത്തവ്യാസ് പറയുന്നുണ്ട്. ആ 3 കർത്തവ്യാസിനെ കുറിച്ച് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്, അത് നോക്കാം. പക്ഷെ ഇവിടെ കണ്ടോ, ട്രാൻസ്ഫോം ആസ്പിറേഷൻ ഇൻടു അച്ചീവ്മെന്റ്. നമ്മുടെ ആസ്പിറേഷനെ നേട്ടങ്ങളാക്കി മാറ്റണം, അച്ചീവ്മെന്റ്സ് ആക്കി മാറ്റണം. അതേപോലെ നമ്മുടെ പൊട്ടൻഷ്യലിനെ പെർഫോമൻസ് ആക്കി മാറ്റണം. നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ കഴിവ്, നമ്മുടെ ശേഷി, ആ ശേഷിയെ നമ്മുടെ പെർഫോമൻസ് ആക്കി നമ്മുടെ നടത്തിപ്പിലേക്ക്, ഇംപ്ലിമെന്റേഷനിലേക്ക് കൊണ്ടുവരണം. അതിലൂടെ നമുക്കൊരു സ്റ്റെബിലിറ്റി കൈവരിക്കാനായിട്ടുണ്ട്, ഒരു സ്ഥിരത നേടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഒരു ബാലൻസ്ഡ് രീതിയിൽ വളരെ ഹൈ പെർഫോമിംഗ് ആയ നിലയിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരിക്കലും വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷനിലേക്കോ ഡിഫ്ലേഷനിലേക്കോ ഒന്നും പോവാതെ ഒരു സ്റ്റേബിൾ രീതിയിൽ നമ്മുടെ സാമ്പത്തിക നിലയെ കൊണ്ടുപോകേണ്ടതുണ്ട്. ദെൻ ഫിസ്ക്കൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്, അല്ലെ? സാമ്പത്തികപരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാവാതെ ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം FRBM ആക്ട് നേരത്തെ ഗവൺമെന്റ് 2003 പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ FRBM ആക്ടിന്റെ ലക്ഷ്യം എന്താണ്? ഡെഫിസിറ്റുകൾ കുറച്ചു കൊണ്ടുവരിക, അല്ലെ? ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ ഒരു 3%ലേക്കും മറ്റേ റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതാക്കുന്നതിലേക്കും ഒക്കെ കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2008 അച്ചീവ് ചെയ്യണമെന്നൊക്കെ ഗവൺമെന്റ് നേരത്തെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഓരോ ബജറ്റിലൂടെയും ഈ ഫിസ്ക്കൽ ഡിസിപ്ലിനേക്ക്, ഈ സ്റ്റെബിലിറ്റിയിലേക്ക്, അതേപോലെ തന്നെ സസ്റ്റെയിൻഡ് ഗ്രോത്തിലേക്ക്. എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ഗ്രോത്ത്? സുസ്ഥിരമായിട്ടുള്ള വികസനം, ഭാവിയെ കൂടി കണ്ടുകൊണ്ട്, നാളത്തെ തലമുറയെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു വളർച്ചയിലേക്ക് നമ്മൾ എത്തണം. ദെൻ മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യണം? ഒരു മോഡറേറ്റ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആവറേജ് 4%, അതായത് ഇങ്ങനെയാണ് അല്ലേ, 2 മുതൽ 6% ഇടയിൽ ഒരു 4% ആവറേജ് വരുന്ന രീതിയിൽ ഒക്കെ നമ്മുടെ ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താനായിട്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിലൂടെ നമുക്ക് സാധിക്കണം. ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷനിലേക്ക് കൊണ്ടുപോയി നിർത്തണം. ഇതൊക്കെ ഈ പറയുന്ന ലക്ഷ്യമാണ്. വികസിത് ഭാരതത്തിലേക്ക് എത്തുക എന്നുള്ളതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കിയേ, യുവശക്തി ഡ്രിവൺ ബജറ്റ് എന്നാണ് ഈ ബജറ്റിനെ പറയുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യം 2026 നടന്ന ഒരു യുവാക്കളുമായി നടന്ന ഒരു ചർച്ചയെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ അധികം കണ്ടു. അതിന്റെ ഭാഗമായിട്ട് യുവശക്തി ഡ്രിവൺ ബജറ്റ് എന്നതിനെ പറയാനായിട്ട് പറ്റും. ഗവൺമെന്റിന്റെ ഒരു സങ്കല്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. ടു ഫോക്കസ് ഓൺ പുവർ, അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇത് കണ്ടോ, പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പിന്നാക്ക വിഭാഗക്കാരെയും മുന്നിലേക്ക് കൊണ്ടുവരാൻ അവരെ പരിഗണിക്കുന്ന നിലയിലുള്ള ഒരു സങ്കല്പമാണ് ഈ ബജറ്റിൽ കൃത്യമായി പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ കയറി വരും കേട്ടോ. ആ സമയത്ത് നിങ്ങൾ എന്നെ കൂടെ ഓർത്തോണേ, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ കയറി വരും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കർത്തവ്യാസ്? ഫസ്റ്റ് കർത്തവ്യ, സെക്കൻഡ് കർത്തവ്യ ആൻഡ് തേർഡ് കർത്തവ്യ. മക്കളെ, ഫസ്റ്റ് കർത്തവ്യം എന്താ? ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ്. നമ്മുടെ സാമ്പത്തിക വളർച്ച ആക്സിലറേറ്റ് ചെയ്യുക, ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക, സസ്റ്റെയിൻ ചെയ്യുക, അല്ലെ, നിലനിർത്തുക. താഴേക്ക് വീണ്ടും ഇടിച്ചു കുത്തിപ്പോ, മേളിലോട്ട് കയറി പോയിട്ട് താഴേക്ക് ഇടിച്ചു കുത്തിപ്പോകാത്തതിനെ സസ്റ്റെയിൻ ചെയ്യുക. 2, ഫുൾഫിൽ ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആസ്പിറേഷൻസ് എന്ത് ചെയ്യുക?
ഫുൾഫിൽ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന നിലയിലേക്ക് കൊണ്ടുപോവുക. ദെൻ വിഷൻ ഓഫ് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മേഖലയിലും വളർച്ചയുണ്ടാകുന്ന നിലയിലേക്ക് കൊണ്ടുപോവുക. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കർത്തവ്യാസ്. ഇതിൽ ആദ്യത്തെ കർത്തവ്യയിൽ പറയുന്നുണ്ട് എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം, മത്സരക്ഷമത വർദ്ധിപ്പിക്കണം. ബിൽഡിംഗ് റെസിലിയൻസ് ടു വോളറ്റൈൽ ഗ്ലോബൽ ഡൈനാമിക്സ്. നമ്മുടെ ലോകത്ത് മുഴുവനായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെ, വലിയ ചാഞ്ചാട്ടങ്ങൾ, ആ ചാഞ്ചാട്ടങ്ങളോട് കൃത്യമായി ബന്ധപ്പെട്ടു പോകാൻ, അല്ലെ അതിനെ മറികടക്കാൻ ആവശ്യമായ ശേഷിയിലേക്ക് എത്തിക്കുക. 2, ഫുൾഫിൽ ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ, ബിൽഡ് പീപ്പിൾ കപ്പാസിറ്റി, അല്ലെ, ജനങ്ങളുടെ കപ്പാസിറ്റി വളർത്തുക. ദെൻ മേക്കിംഗ് ദം സ്ട്രോങ് പാർട്ട്നേഴ്സ് ഇൻ ഇന്ത്യസ് പാത്ത് ടു പ്രോസ്പെരിറ്റി, അല്ലെ, നമ്മുടെ ജനങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോവുക, പാർട്ട്നേഴ്സിനെ സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ സബ്കാ സാത്ത് സബ്കാ വികാസ്, അവിടെ എല്ലാ ജനങ്ങൾക്കും, എല്ലാ ഫാമിലീസിനും, എല്ലാ കമ്മ്യൂണിറ്റികൾക്കും, എല്ലാ റീജിയനുകളിലും, എല്ലാ സെക്ടറുകളിലും കൃത്യമായി റിസോഴ്സസും മറ്റും എന്ത് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസും മറ്റും എന്ത് ചെയ്യാം, കൊണ്ടെത്തിക്കുക. എല്ലാ മേഖലകളിലും ഒരു വളർച്ച ഉറപ്പുവരുത്തുക. ഈ 3 രീതികളിലൂടെയാണ് രാജ്യം വികസിത രാജ്യം എന്ന് പറയുന്ന നേട്ടത്തിലേക്ക് എത്തേണ്ടത് എന്ന് ബജറ്റ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്, കൂടുതലായിട്ടൊന്നും അവിടെ പറയുന്നില്ല. നോക്കിയേ, ഒരു 6 പ്രധാനപ്പെട്ട പില്ലേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ രാജ്യത്ത് വളർച്ചയുണ്ടാകണം. ആ വളർച്ചയ്ക്ക് വേണ്ടി ഈ ബജറ്റിൽ ഒരു 6 പില്ലേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയാ പില്ലേഴ്സ്? സസ്റ്റെയിനിങ് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച സസ്റ്റൈനബിൾ ആയിട്ട് ഒരു സ്ഥിരതയോടുകൂടി കൊണ്ടുപോവുക. സ്ട്രെങ്തനിങ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ഗ്രോത്ത്, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം ഉറപ്പിക്കുക. ദെൻ പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റ്, ജനങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ നിലയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുക. ട്രസ്റ്റ് ബേസ്ഡ് ഗവേണൻസ്, വിശ്വാസ്യത ഉറപ്പുവരുത്തുന്ന നിലയിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഈസ് ഓഫ് ലിവിങ്, വളരെ എളുപ്പത്തിൽ ബിസിനസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ജീവിക്കുന്നതിനും ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുക. ഫിസ്ക്കൽ മാറ്റേഴ്സ്, അല്ലെ, നമ്മുടെ സാമ്പത്തിക മേഖലയെ സ്റ്റേബിളായി കൃത്യമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. ഈ 6 പില്ലേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. 1, 2, 3, 4, 5, 6. ഈ 6 പില്ലേഴ്സിലൂടെയാണ് നമുക്ക് വളർച്ചയും ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 6 പില്ലേഴ്സ് ഏതാണ്, ഉൾപ്പെടുന്ന ഏതാണ്, ഉൾപ്പെടാത്ത ഏതാണ് എന്നൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റുകളിൽ വന്നേക്കാം, ഓർത്ത് വെച്ചോണം. ഇനിയും ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള, ഇനിയും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഭാഗമാണ് റുപ്പീസ് കം ഫ്രം ആൻഡ് റുപ്പീസ് ഗോസ് ഔട്ട്. എവിടെ നിന്നാണ് ഇന്ത്യക്ക് പണം ലഭിക്കുന്നത്, എവിടെ നിന്നാണ് ഇന്ത്യക്ക് ചെലവ് വരുന്നത്, ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മേഖല ഏതാണ്, ഏറ്റവും കുറവ് വരുമാനം ലഭിക്കുന്ന മേഖല ഏതാണ്, ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന മേഖല ഏതാണ്, ചോദ്യം വരാം. പഠിച്ചു വെച്ചോണേ മക്കളെ. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിരിക്കുന്നത് ബോറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസ് തന്നെയാണ്. എല്ലാ വർഷങ്ങളിലെയും പോലെ ഈ വർഷവും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് എവിടുന്നാണ്? അത് 24%. ഇന്ത്യക്ക് ലഭിച്ച വരുമാനത്തിന്റെ 24% ലഭിച്ചത് എവിടുന്നാണ്? ബോറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. അതായത് കടമെടുപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനവും ലഭിച്ചിട്ടുള്ളത്. ഇവിടുന്ന് കടമെടുപ്പിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഓർത്ത് വെച്ചോണേ, 1ാം സ്ഥാനം കടമെടുപ്പിനാണ്. ഇനി രണ്ടാമത്തെ ഏതാണെന്ന് നോക്കിയ മക്കളെ. രണ്ടാമത്തത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആണ് രണ്ടാമത്, 21%. അപ്പൊ 1ാമത് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്, കടമെടുപ്പാണ്. രണ്ടാമത്തത് ഇൻകം ടാക്സ് ആണ്, വരുമാന നികുതിയാണ്, 21%. 3ാമത്തത് 18% വരുന്ന കോർപ്പറേറ്റ് ടാക്സ് ആണ്. കോർപ്പറേറ്റ് ടാക്സ് എത്രയാണ്? 18%, 3ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്ത് മാത്രമാണ് GST വന്നത്, 15%. GST ആൻഡ് അതർ ടാക്സസ് 4ാം സ്ഥാനത്താണ്, 18%. അപ്പോൾ 1ാമത് കടമെടുപ്പ് 24%. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കടമെടുത്താണ് വന്നത്. 2ാം സ്ഥാനത്ത് ഇൻകം ടാക്സ് ആണ്, വരുമാന നികുതി. 3ാം സ്ഥാനത്ത് കോർപ്പറേറ്റ് ടാക്സ് ബിസിനസ്സിൽ നിന്ന് 18%. 4ാം സ്ഥാനത്താണ് GST വന്നത്. ഇനി ചോദ്യം വരികയാണ്, ടാക്സ് ഇനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം എവിടുന്നാണ് വന്നത്? എവിടുന്നാ വന്നത്? അത് വരുമാന നികുതിയാണ്. അപ്പൊ ചോദ്യം ഇങ്ങനെ വന്നേക്കാം, ടാക്സ് ഇനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വന്നത് GSTയിൽ നിന്നാണ്. തെറ്റല്ലേ? ടാക്സ് ഇനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വന്നത് എവിടുന്നാ? വരുമാന നികുതി. 2ാം സ്ഥാനത്ത് കോർപ്പറേറ്റ്, 3ാം സ്ഥാനത്ത് GST ആണ്. ഇനി അങ്ങനെയാണ് എങ്കിൽ ഡയറക്റ്റ് ടാക്സിൽ, പ്രത്യക്ഷ നികുതിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം വന്നത് എവിടുന്നാണ്? പ്രത്യക്ഷ നികുതിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം വന്നതും ഇൻകം ടാക്സ് ആണ്. 2ാം സ്ഥാനത്ത് കോർപ്പറേറ്റ് ടാക്സ്. GST ഒരു പ്രത്യക്ഷ വരുമാനമല്ല, പരോക്ഷ വരുമാനമാണ്. പരോക്ഷ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വന്ന് എവിടുന്നാണെന്ന് ചോദിച്ചാൽ അത് GSTയിൽ നിന്നാണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അത് കഴിഞ്ഞ് നോക്കിയേ, നോൺ ടാക്സ് റവന്യൂ 10% വന്നത്. കസ്റ്റംസ് 4%, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി 6%. ആ ഡേറ്റകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോടാം.
ഏറ്റവും കൂടുതൽ വന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റി. ടാക്സ് ഇനമാണെങ്കിൽ ഇൻകം ടാക്സ്, ഡയറക്ട് ടാക്സ് ആണെങ്കിൽ GST, ഇൻഡയറക്ട് ടാക്സ് ആണെങ്കിലും ഇൻകം ടാക്സ്, രണ്ടാം സ്ഥാനത്ത് കോർപ്പറേറ്റ് ടാക്സ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശകലനമാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗമാണ്, ഒരിക്കലും വിട്ട് കളയരുത്, ഒരു മാർഗ്ഗം അങ്ങ് ഉറപ്പിച്ചോണം. ഇനി എങ്ങോട്ടാണ് പണം പോയത്? പണം പോയത് എങ്ങോട്ടാണ്? ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പണച്ചെലവ് വന്നത് സാധാരണഗതി നോർമൽ കേസിൽ കഴിഞ്ഞ വർഷമോ അതിന്റെ മുമ്പത്തെ വർഷമോ ഒഴികെ ബാക്കി എല്ലാ തവണയും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ചെലവ് ഇന്ത്യ കടമെടുത്തതിന് പലിശ കൊടുക്കലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആണ്, സ്റ്റേറ്റിന് കൊടുക്കുന്ന ഷെയർ ആണ് കൂടുതൽ, 22%. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പണം ഏറ്റവും കൂടുതൽ പോകുന്നത് സ്റ്റേറ്റുകളുടെ ഷെയർ കൊടുക്കാനാണ്, 22%. രണ്ടാം സ്ഥാനത്താണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരിക, അതായത് നമ്മൾ കടമെടുത്തതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്, അത് 20% രണ്ടാം സ്ഥാനത്താണ്. പിന്നീട് പ്രധാനമായിട്ടും സെൻട്രൽ സെക്ടർ സ്കീമുകളാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത്, സെൻട്രൽ സെക്ടർ സ്കീമുകളാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത്. ഇതുകൂടാതെ ഫിനാൻസ് കമ്മീഷൻ മറ്റ് ട്രാൻസ്ഫേഴ്സ് 7% ഉണ്ട്, സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകൾ 8% ഉണ്ട്, ഡിഫൻസിന് 11% ഉണ്ട് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോടാ. ഡിഫൻസ് 11%. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ 4-5% ഒക്കെ വരുള്ളൂ, ഇപ്രാവശ്യം 11% വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ചിലവ് പോകുന്നത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആണ്. രണ്ടാം സ്ഥാനത്താണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് പോകുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മൂന്നാം സ്ഥാനത്താണ് സെൻട്രൽ സെക്ടർ സ്കീമുകൾക്ക് 17% പേയ്മെന്റ് പോകുന്നത്. ഇതൊക്കെ ചോദ്യമാണ്, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാം, ചിലപ്പോൾ നമ്പർ എടുത്ത് ചോദിക്കാം, ചിലപ്പോൾ ആ വ്യത്യാസം മാത്രമേ ചോദിക്കത്തുള്ളായിരിക്കാം, കൂടുതൽ കുറവെന്നുള്ള നിലയിലായിരിക്കും ചോദ്യം വരിക. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇത് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മുടെ റെസിപ്റ്റ്സ് എക്സ്പെൻഡിച്ചർ ഒക്കെ നോക്കിയാൽ റെസിപ്റ്റ്സിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് നോക്കിയാടാ, ഓരോ വർഷം കഴിയുന്തോറും ക്യാപിറ്റൽ റെസിപ്റ്റ്സ് കൂടി വരുന്നുണ്ട്. ഇത്തവണ നമ്മൾ ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻ വെച്ചിരിക്കുന്നത് 18.1%. തൊട്ട് മുമ്പത്തെ റിവൈസ്ഡ് വെച്ചിരിക്കുന്ന 16.2%. ബഡ്ജറ്റ് 2025-26 16.4 ആയിരുന്നു, അത് റിവൈസ് ചെയ്തപ്പോഴത്തേക്കും 16.2 ആക്ച്വല് 2024-25 16.2. ഈ റിവൈസ്ഡ് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? റിവൈസ്ഡ് വെച്ചിരിക്കുന്നത് ഇപ്പൊ 2026 ഫെബ്രുവരി ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയും ഫിനാൻഷ്യൽ ഇയർ വരെ ഉള്ള സമയമുണ്ടല്ലോ. അപ്പൊ ആ സമയത്തേക്ക് ഇതുവരെ ഉള്ളത് വെച്ചിട്ട് ഇനിയുള്ള സമയത്ത് എങ്ങനെ പോകണം എന്ന് കഴിഞ്ഞ ബഡ്ജറ്റിനെ വെച്ചുകൊണ്ട് ഒരു റിയൽ രീതിയിലേക്ക് കൊണ്ടുവരും. അതിനെയാണ് ഈ പറയുന്ന റിവൈസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2024-25 ഓൾറെഡി കഴിഞ്ഞു, അപ്പൊ അതാണ് ആക്ച്വൽ എന്ന നിലയിലൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ റവന്യൂ റെസിപ്റ്റ്സ് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്, അത് അത്യാവശ്യം ക്യാപിറ്റൽ റെസിപ്റ്റ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, അത് നല്ല സൂചനയാണ്. ഇനി റവന്യൂ റെസിപ്റ്റ്സിൽ 35.3% ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻ, അവിടെയും ഒരു കൂടി വരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ ക്യാപിറ്റൽ റെസിപ്റ്റ്സും റവന്യൂ റെസിപ്റ്റ്സും ഒക്കെ കൂടി വരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി എക്സ്പെൻഡിച്ചേഴ്സിലേക്ക് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി വരുന്നുണ്ട്, അത് നല്ലതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി വരുന്നത് നല്ലതാണ്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടി വരുന്നുണ്ട്, 41.3%. എക്സ്പെൻഡിച്ചറും കൂടുന്നുണ്ട്, വരവും കൂടുന്നുണ്ട്, എക്സ്പെൻഡിച്ചറും കൂടുന്നുണ്ട്, ചെലവും കൂടുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ബഡ്ജറ്റ് അറ്റ് ഗ്ലാൻസ് കൊടുത്തിട്ടുണ്ട്, നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടുതലായിട്ട് നമ്മൾ നോക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. റവന്യൂവിൽ ഒരു കൂടുതൽ വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സിലും കൂടുതൽ വന്നിട്ടുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറിലും കൂടുതലുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും കൂടുതലുണ്ട്. അപ്പൊ ആ ഒരു രീതി ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ചിലവാക്കിയിട്ടുള്ളത്? മക്കളെ, ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ പോയിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമ്പർ ഒന്നും കൊടുത്തു വെക്കണ്ട, പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ കൊടുത്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ഡിഫൻസിനാണ് രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനത്ത് റൂറൽ ഡെവലപ്മെന്റ്, അതിനുശേഷം ഹോം അഫയേഴ്സ്. നോക്കിയോ, അഗ്രികൾച്ചർ ആണ് 5ാം സ്ഥാനത്ത് വരിക, 6ാം സ്ഥാനത്താണ് എഡ്യൂക്കേഷൻ വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പണം മാറ്റി വെച്ചിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇനി ഡിഫൻസിന് 2ാം സ്ഥാനവും, റൂറൽ ഡെവലപ്മെന്റ് 3ാം സ്ഥാനവും, ഹോം അഫയേഴ്സ് 4ാം സ്ഥാനവുമാണ് എന്നുള്ള കാര്യം. ആ ഒരു സ്ഥാനങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം, നമ്പേഴ്സ് ഒന്നും ഓർത്ത് വെക്കേണ്ട, ഒന്ന് ഓർത്ത് വെച്ചാലും കാര്യമില്ല, ചോദ്യമായിട്ടും വരില്ല. പക്ഷെ നിങ്ങൾ ആ ക്രമം ഓർത്ത് വെച്ചേക്കാം. ട്രാൻസ്പോർട്ടേഷൻ, ഡിഫൻസ്, റൂറൽ ഡെവലപ്മെന്റ്, ഹോം അഫയേഴ്സ് എന്ന നിലയിലാണ് എന്ത് വരിക, മേജർ ഐറ്റംസ് എവിടെയാണ് എക്സ്പെൻഡിച്ചർ ചിലവാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ ഒരു രൂപയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 രൂപ എങ്ങനെയൊക്കെയാണ് വന്നത്, 1 രൂപ എങ്ങനെയൊക്കെയാണ് ചിലവ് വന്നിട്ടുള്ളത് നോക്കാം. 1 രൂപയിൽ 24 പൈസ ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി എന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ഡേറ്റ തന്നെയാണ്. 18 പൈസ വന്നിരിക്കുന്നത് കോർപ്പറേറ്റ് ടാക്സിൽ നിന്നാണ്, 21 പൈസ വന്നിരിക്കുന്നത് ഇൻകം ടാക്സിൽ നിന്നാണ്, GST നിന്ന് 15 പൈസയാണ് വന്നിട്ടുള്ളത്. ചെലവ് വന്നിട്ടുള്ളത് സ്റ്റേറ്റിന്റെ ഷെയറിന് 22 പൈസ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് 20 പൈസ കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ സെക്ടർ സ്കീമിന് 17 പൈസ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് 1 രൂപ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളത്. നമ്മൾ മുമ്പേ കണ്ട ഏറ്റവും കൂടുതൽ ചിലവ് ഏതാണ്, ഏറ്റവും കൂടുതൽ വരവേതാണ്, അതിന്റെ തന്നെ മറ്റൊരു പതിപ്പാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് വിട്ടേക്കാം. ഇനി ഇതിൽ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ട്രെൻഡ് ഇൻ ഡെഫിസിറ്റിന്റെ ട്രെൻഡ് എന്താണ്, ഡെഫിസിറ്റ് ട്രെൻഡ് എന്താണെന്ന് ചോദിക്കാം. മക്കളെ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.3%.
അത് ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു വരുന്നു എന്നുള്ളത് കാണാൻ പറ്റും കേട്ടോ. ഓരോ വർഷം കഴിയുന്നതോറും കുറഞ്ഞു വരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പൊ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റ് FRBM ആക്ട് ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റും ഒക്കെ കുറച്ചുകൊണ്ട് വരണമെന്നാണ് പറയുക. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആണ്. റവന്യൂ ഡെഫിസിറ്റിൽ ആക്ച്വലി കഴിഞ്ഞ വർഷത്തേതിലേതുപോലെ തന്നെ 1.5 തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. GDP-യുടെ 1.5% പ്രതീക്ഷിക്കുന്നത്. സീറോയിലേക്കൊക്കെ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. റവന്യൂ ഡെഫിസിറ്റും കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് 2025-26 അപേക്ഷിച്ച് 26-27 അതേ 1.5 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിന് താഴെ പ്രൈമറി ഡെഫിസിറ്റും ഉണ്ട്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റും ഉണ്ട്. പ്രൈമറി ഡെഫിസിറ്റ് 0.7 അവിടെയും കുറഞ്ഞു വരുന്നുണ്ട്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അത് 0.3 ആണ്, അതും കുറഞ്ഞു വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ ഡെഫിസിറ്റിന്റെ ട്രെൻഡിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയുന്നുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് കഴിഞ്ഞ തവണത്തേതുപോലെയാണ്, മോഡറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. പ്രൈമറി ഡെഫിസിറ്റും അതേപോലെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി വന്നേക്കാം, ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇനിയും നമ്മുടെ ടാക്സിന്റെ പെർസെന്റേജ് എങ്ങനെയാണ്, ടാക്സ് റെസിപ്റ്റുകൾ എങ്ങനെയാണ്, അതും GDP-യുടെ പെർസെന്റേജ് വെച്ച് തന്നെയാണ് നോക്കാം. ഗ്രോസ് ടാക്സ് റവന്യൂ, മൊത്തത്തിലുള്ള ടാക്സ് റവന്യൂ നോക്കിയ മക്കളെ, കഴിഞ്ഞ വർഷങ്ങളേതിനേക്കാൾ ടാക്സ് റവന്യൂ കുറഞ്ഞു എന്നാണ് കാണാൻ പറ്റുക. തൊട്ട് മുന്നേ 11.4, 11.5, 11.5, 11.4, 11.2 മാത്രമേ 2026-27 ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻ ഉള്ളൂ. അപ്പൊ 11.2 കുറഞ്ഞു വരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. ഇനി ഡയറക്ട് ടാക്സ് പക്ഷേ കൂടി വരികയാണ്. ഡയറക്ട് ടാക്സിൽ ചെറിയ കൂടലുണ്ട്, 6.7, 6.8, 6.9 എന്നാണ്. ഇൻഡയറക്ട് ടാക്സിൽ പക്ഷേ കുറവാണ്. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻഡയറക്ട് ടാക്സ് GST അല്ലെ. ഡയറക്ട് ടാക്സ് ഏതാണ്? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ഒക്കെയാണ് ഡയറക്ട് ടാക്സ് വരിക. അതൊക്കെ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ GST ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. 4.8 ആയിരുന്നു, 4.6 ആയി, 4.3 ആയി. ഓരോ വർഷം കഴിയുന്തോറും GST പോലെയുള്ള ഇൻഡയറക്ട് ടാക്സുകളുടെ വരവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഗ്രോസ് ടാക്സും കുറവാണ്, ഡയറക്ട് ടാക്സ് കൂടി വരുന്നുണ്ടെങ്കിലും ഇൻഡയറക്ട് ടാക്സിൽ കുറവ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡേറ്റ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഇക്കണോമിക് സർവേയിൽ നിന്നുള്ള ഡേറ്റയാണ്. 2025-26 ഇക്കണോമിക് സർവേയിൽ നിന്നുള്ള ഡേറ്റയാണ്. സ്റ്റേറ്റ് ഓഫ് ദ ഇന്ത്യൻ ഇക്കോണമി എന്നുള്ളതാണ്. നമ്മുടെ GDP ഗ്രോത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. GDP ഗ്രോത്ത് 2026-27 എക്സ്പെക്ടേഷൻ 6.8% തൊട്ട് 7.2 വരെയാണ്. മക്കളെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 6.8 മുതൽ 7.2% വരെയാണ്. അവിടെ ഒരു 7.4% 2025-26, 6.5 ആയിരുന്നു 24-25. അപ്പൊ അവിടുന്ന് കൂടി വരുന്നുണ്ടെങ്കിലും 26-27 എക്സ്പെക്ടേഷൻ ആക്ച്വലി ഒരു മോഡറേറ്റ് ലെവലിലാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കാം. GDP ഗ്രോത്ത് 6.8-നും 7.2-നും ഇടയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി പെർ ക്യാപിറ്റ ഇൻകം, നമ്മുടെ നെറ്റ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം വെച്ച് നോക്കിയാൽ 2.20 എന്ന നിലയിലാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. 2.20 എന്നുള്ള നിലയിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇൻ ലാക്ക് ആണ്, നമ്മുടെ കറണ്ട് പ്രൈസസിലുള്ള ലാക്കിലുള്ള എമൗണ്ട് ആണ്. 2.20 എന്നുള്ള നിലയിലാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി എന്ത് ചെയ്തേക്കാം, ഓർത്തു വെച്ചേക്കാം. അത് ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടി വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലയിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. 3.1% മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രിയിൽ ആക്ച്വലി അത്യാവശ്യം ഒരു മെച്ചപ്പെട്ട നിലയിൽ കാണാൻ പറ്റും. സർവീസ് സെക്ടറും നന്നായി മെച്ചപ്പെട്ടു എന്ന് കാണാൻ പറ്റും. അപ്പൊ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഗ്രോത്ത് കുറവാണ്. പക്ഷേ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരു വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മെച്ചമുണ്ട് എന്ന് കാണാൻ പറ്റും. സർവീസ് സെക്ടറിൽ അത്യാവശ്യം നല്ല മെച്ചമുണ്ട് എന്ന് കാണാൻ പറ്റും. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ വർധനവുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറഞ്ഞു വരുന്നു എന്നതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റയൊക്കെ ഒരിക്കലും നമ്പേഴ്സിലൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ഈ GST-യുടെ GDP ഗ്രോത്ത് റേറ്റ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ബാക്കിയൊക്കെ ചിലപ്പോൾ എങ്ങനെയാണ് വരിക, ബാക്കിയൊക്കെ കൂടുതലും വരാൻ സാധ്യതയുള്ളത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഞാൻ ഇതൊക്കെ വെറുതെ എടുത്തിട്ടു എന്നുള്ളതേ ഉള്ളൂ. GST-യുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കുറവ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ട്രെൻഡൊക്കെ നമ്മൾ കണ്ടതാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്, റവന്യൂ ഡെഫിസിറ്റും കുറഞ്ഞു വരുന്നു എന്ന് കാണാൻ പറ്റും. പ്രൈമറി ഡെഫിസിറ്റിലും ഒരു കുറവ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഡേറ്റകളൊക്കെ എടുത്തിട്ടു എന്നേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. GDP ഗ്രോത്ത് റേറ്റ് 6.8%-നും 7.2%-നും ഇടയിലാണ് GDP ഗ്രോത്ത് റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫോറിൻ റിസർവിൽ ഒരു വർധനവ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്കണോമിക്കൽ ടേമിലുള്ള കാര്യങ്ങൾ. ഇനി കുറെ പദ്ധതികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മറ്റൊരു സെഷനിൽ ചർച്ച ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡേറ്റ നിങ്ങൾക്ക് കിട്ടി. ഈ ഡേറ്റയൊക്കെ ഒന്ന് കുറിച്ചിടുക, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഈ ഡേറ്റയെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നുകൂടി പറ്റിയാൽ നിങ്ങൾ ഈ പറയുന്ന ബഡ്ജറ്റ് ഹൈലൈറ്റ്സിലോട്ടൊക്കെ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഡിഗ്രി ലെവൽ ഒറ്റ കോഴ്സിൽ ഒരു 6 റാങ്ക് ലിസ്റ്റുകൾ ഇടം പിടിക്കാവുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, SBCID, ദെൻ ജയിലർ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാവുന്ന സൂപ്പർ മെന്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ബാച്ചാണ്. ഈ ബാച്ച് തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഫെബ്രുവരി 2-നാണ് സ്റ്റാർട്ട് ചെയ്തത്.
ഇനിയും പഠിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് സമയം കൂടി ഡിഗ്രി പ്രിലിംസിനുള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഈ ബാച്ചിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെന്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അനിലാവിസാണ് നിങ്ങളുടെ മെന്ററായിട്ട് വരിക. രണ്ടാമത് ഈ മെന്റർ പോലെ തന്നെ ഞാനും അമൽ സാറും ഞാനും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ മോട്ടിവേഷനുമായിട്ട് കാണും. എല്ലാ മണ്ടയിലും ഞങ്ങളുടെ മോട്ടിവേഷൻ ഉണ്ടാവും. ഇത് കൂടാതെ തന്നെയുള്ള സെഷൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഈ ഇവിടെ കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ നിങ്ങളെ കൊണ്ട് പരമാവധി MCQs മോക്ക് എക്സാമുകൾ ചെയ്യിക്കും. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ PDF ആയിട്ട് നോട്ടുകൾ തന്നിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ കോഴ്സിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തോടാം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇനിയും താമസിക്കരുത്, സമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഇതേപോലെയുള്ള കണ്ടന്റുകൾ ഇനിയും കിട്ടാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാം. തുടർന്നും നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.